ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ ആഹാ എന്താ സ്വാദ് എന്ന 9-ാമത്തെ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ. അപ്പം നമുക്ക് പാഠം ആവശ്യമുള്ളവർക്കൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാദ്യം അത് കാണുക, അതിനുശേഷം ഈ ഒരു കുഞ്ഞെഴുത്തിൻ്റെ ഭാഗം കാണുക കേട്ടോ. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? ആഹാ എന്താ സ്വാദ് അല്ലേ. മക്കൾക്ക് പല രുചികൾ ഇഷ്ടമുണ്ട് അല്ലേ. എരിവുകൾ ഇഷ്ടമുള്ളവരുണ്ട്, മധുരം ഇഷ്ടമുള്ളവരുണ്ട് അല്ലേ. ചില കുട്ടികൾക്കൊക്കെ കയ്പ്പ് വരെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു മലയുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ കഥയിൽ ആനയും മൈനയും കൂടെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം തേടി പോകുന്നതാണ് അല്ലേ. അപ്പോൾ എങ്ങോട്ടാണ് അവർ പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ മലയുടെ ചിത്രവും തന്നിട്ടുണ്ട്, ആ മല എന്ന് തന്നിട്ടുണ്ട്. ബാക്കി ആ മല, ഈ മല, പൂമല, മാമല, വലിയ മല. വലിയ മലയാണല്ലേ. ഇനി അടുത്തത് എന്താ ചിത്രത്തിൽ തന്നിട്ടുള്ളത് നോക്കിക്കേ. മല നിറയെ മരങ്ങൾ അല്ലേ, മരങ്ങളുണ്ട് അല്ലേ. മരങ്ങൾ നിറയെ നമുക്ക് പഴങ്ങൾ എന്ന് കൊടുക്കാം. മക്കൾ പഴങ്ങൾ അവിടെ വരച്ച് ചേർക്കാം. ആനയും മൈനയും കൂടെ പഴങ്ങൾ തേടിയല്ലേ പോകുന്നത്. അങ്ങനെ ആന നടന്നു, മൈന പറന്നു വന്നു അല്ലേ. വിശക്കുന്നു, വേഗം പോകാം, പഴം പറിച്ചു തിന്നാം. അപ്പോൾ മൈന എന്താ പറയുന്നത്? എനിക്കും വിശക്കുന്നു, പഴം വേണം. അപ്പോൾ ആന മൈനയോട് പറയാണ്, വേഗം വാ, നമുക്ക് പോകാം, മലമുകളിലേക്ക് പോകാം. അങ്ങനെ അവർ നടന്ന് ചക്കപ്പഴം കണ്ടുല്ലേ. അപ്പോൾ ആന ചക്കപ്പഴം പറിക്കുകയാണ്. കഥയിൽ മക്കൾ കണ്ടിട്ടില്ലേ, ആന വേഗം ചക്കപ്പഴം പറിച്ചിട്ട് അങ്ങോട്ട് കഴിക്കൂലേ. മൈനയ്ക്ക് കൊടുക്കാതെ. മൈനയും ആനയും കൂട്ടുകാരാണ്. പക്ഷേ ആനയുടെ വിശപ്പ് കാരണം ആന മൈനയൊന്നും നോക്കാതെ ഒരൊറ്റ കഴിക്കലാണ്. അപ്പോൾ എന്താണ് ആന പറയുന്നത്? ആഹാ ചക്കപ്പഴം, എന്ത് നല്ല സ്വാദ്, ഒരൊറ്റ കഴിക്കലാണല്ലേ. അപ്പം നമ്മുടെ മൈന എന്ത് ചോദിക്കും? എനിക്കില്ലേ ചക്കപ്പഴം എന്ന് ചോദിക്കുകയാണല്ലേ. ആന മൊത്തമായിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പം നമുക്ക് താഴെ എന്തെഴുതാം? ആന ചക്കപ്പഴം പറിച്ചു, മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു. അങ്ങനെ അവർ വീണ്ടും പോയി എവിടെ എത്തി? മാമ്പഴത്തിൻ്റെ ചുവട്ടിലെത്തി. പതിവ് പോലെ തന്നെ ആന വീണ്ടും മാമ്പഴം ഫുള്ളായിട്ട് അങ്ങെടുത്ത് കഴിക്കുകയാണല്ലേ. അപ്പം നമുക്ക് അവിടെ എന്തെഴുതാം? എന്ത് നല്ല മാമ്പഴം, പഴുപഴുത്ത മാമ്പഴം, ആഹാ എന്ത് സ്വാദ്. അപ്പം വീണ്ടും അതിന് എന്തായിരിക്കും ചോദിക്കുന്നത്? എനിക്കില്ലേ മാമ്പഴം അല്ലേ, എൻ്റെ പങ്ക് എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് താഴെ എന്തെഴുതാം? ആന മാമ്പഴം പറിച്ചു, മധുരമൂറും മാമ്പഴം, മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു. അങ്ങനെ അവർ വീണ്ടും പോയി. ഇപ്പോൾ എന്ത് പഴമാണ് ആനയുടെ കയ്യിലുള്ളത്? കൈതച്ചക്കയാണല്ലേ, പൈനാപ്പിളാണ്. ഇപ്പോൾ മൈനയ്ക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടല്ലേ. ആന എല്ലാം കഴിക്കുകയാണല്ലേ മൈനയ്ക്ക് കൊടുക്കാതെ. അപ്പം ചിത്രത്തിൽ മൈന കുറച്ച് വിശന്ന് തളർന്നിട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആന എന്നിട്ടും മൈനയ്ക്ക് കൊടുക്കുന്നില്ല കേട്ടോ. ആനയുടെ വിശപ്പ് അടങ്ങുന്നില്ല. അപ്പം നമുക്ക് മുകളിൽ എന്തെഴുതാം? എന്ത് നല്ല കൈതച്ചക്ക, പഴുപഴുത്ത കൈതച്ചക്ക, ആഹാ എന്ത് സ്വാദ്. താഴെ എന്തെഴുതാം? ആന കൈതച്ചക്ക പറിച്ചു, മൈനയ്ക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് മുഴുവനും കഴിച്ചു. ഇനി ആനയും മൈനയും തമ്മിലുള്ള ഒരു കുഞ്ഞു സംഭാഷണമാണ്. മൈന എന്താ ചോദിക്കുന്നത്? കൂട്ടുകാരാ, എൻ്റെ പങ്കെവിടെ? അപ്പോൾ ആന പറയാണ്, അടുത്ത തവണ നിനക്ക് തീർച്ചയായും തരാം. അപ്പോൾ മൈന ചോദിക്കുന്നത് എന്താ? ഉറപ്പായും നിന്നെ വിശ്വസിക്കാമോ? മൈന എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ആന ഓരോ പ്രാവശ്യം പഴങ്ങൾ പറിക്കുമ്പോഴും പിന്നെ തരാമെന്ന് പറഞ്ഞ് ആന മുഴുവനായിട്ട് കഴിക്കുകയാണല്ലേ, മൈനയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ആന എന്ത് പറയും? തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാം അല്ലേ, തീർച്ചയായും വിശ്വസിക്കാം, ഞാൻ തരുമെന്ന് പറയാണ്. ഇനി നമുക്ക് ആന മൈനക്ക് പഴങ്ങൾ നൽകുന്നുണ്ടോ നോക്കലേ. വൃക്ഷങ്ങളിൽ നിറയെ പഴങ്ങൾ. മൈന ചോദിച്ചു, ഈ പഴങ്ങൾ എനിക്ക് തരുമോ അല്ലേ? നീ മുൻപ് എനിക്ക് പഴങ്ങൾ തരാമെന്ന് പറഞ്ഞതല്ലേന്ന്. അപ്പോൾ ആന എന്ത് ചെയ്യും? ആന പഴങ്ങൾ പറിച്ചു, എന്നിട്ടോ മൈനയെ നോക്കി ഒറ്റ വിഴുങ്ങലാണല്ലേ. മൈന പറയുന്നത് എന്താണ്? ഇത്തവണയും നീ എനിക്ക് തരില്ലേ, ഉറപ്പ് ലംഘിക്കുന്നോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആന എന്താ പറയുന്നത്?
ഞാൻ തീർച്ചയായിട്ടും നിനക്ക് അടുത്ത തവണ തരാമെന്നല്ലേ പറഞ്ഞത് എന്ന്. അപ്പോൾ ഓരോ തവണ കഴിക്കുന്ന സമയത്തും അടുത്ത തവണ തരാമെന്നല്ലേ പറഞ്ഞത് എന്ന് ആന ചോദിക്കുകയാണ് അല്ലേ, മൈനയെ വിഡ്ഢിയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ഭാഗമാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി ആന മൈനയ്ക്ക് പഴങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് അറിയാം അല്ലേ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഉപകാരപ്പെട്ട മക്കൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.